കാവിക്ക് പകരം ഇനി മഞ്ഞ വസ്ത്രം. സ്മാർട്ട് ഫോണിനും നിരോധനം. രാമക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് പുതിയ മാറ്റങ്ങൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് പുതിയ ഡ്രസ് കോഡ്. മഞ്ഞ നിറത്തിലുള്ള പുതിയ വസ്ത്രങ്ങളിൽ ആയിരിക്കും ഇനി പൂജാരിമാർ എത്തുക. പരമ്പരാഗത കാവി വസ്ത്രത്തിനു പകരം കടും മഞ്ഞ നിറത്തിലുള്ള ശിരോവസ്ത്രവും ധോത്തിയും കുർത്തയുമാണ് പൂജാരിമാർ ധരിക്കേണ്ടത്. ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീരാം ജന്മഭൂമി തീർത്ഥ് ക്ഷേത്രയാണ് പുതിയ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചത്. പൂജകൾ നടക്കുന്ന ശ്രീകോവിൽ അടക്കമുള്ള പവിത്രമായ ഇടങ്ങളിൽ ഇനി സ്മാർട്ട് ഫോൺ അനുവദിക്കില്ല. നിരവധി പുതിയ പരിഷ്കാരങ്ങളാണ്. പൂജാരിമാർക്ക് എല്ലാവർക്കും ഒരേപോലുള്ള വസ്ത്രങ്ങൾ വേണമെന്നതിനാലും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് പുതിയ ഡ്രസ് കോഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യ പൂജാരി, 4 മുഖ്യ സഹപൂജാരിമാർ, 20 സഹപൂജാരിമാർ എന്നിവർ മഞ്ഞ നിറത്തിലുള്ള ശിരോവസ്ത്രവും ഫുൾ സ്ലീവ് കുർത്തയും ധോത്തിയുമാണ് ധരിക്കേണ്ടത്. സനാതനധർമ്മം പറയുന്നത് പൂജാരിമാർ തലയും കൈകളും മറക്കുന്ന വസ്ത്രം ധരിക്കണം എന്നാണ്. പുതിയ ഡ്രസ് കോഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് പ്രകാരമാണെന്നും രാമക്ഷേത്രത്തിലെ മുഖ്യപൂജാരിമാരിൽ ഒരാളായ സന്തോഷ് കുമാർ പറഞ്ഞു. ക്ഷേത്രത്തിലെ ഗർഭഗൃഹ പരിസരത്ത് സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നതിനും ട്രസ്റ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ആണ് സ്മാർട്ട് ഫോൺ നിരോധിച്ചത് എന്നാണ് വിശദീകരണം. എന്നാൽ ക്ഷേത്രത്തിലെ വെള്ളം ചോരുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഫോൺ നിരോധിച്ചത് എന്നും റിപ്പോർട്ടുണ്ട്. ഇത്തവണ മൺസൂണിലെ കനത്ത മഴയ്ക്ക് ശേഷം രാമക്ഷേത്രത്തിലെ ഗൃഹയിൽ വെള്ളം ചോരുന്നതായി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് അറിയിച്ചിരുന്നു. ആദ്യത്തെ മഴയിൽ തന്നെ ക്ഷേത്രത്തിൽ ചോർച്ച ആരംഭിച്ചിരുന്നു. രാംലല്ല വിഗ്രഹം വച്ചിടത്തും അതിന്റെ പരിസരത്തും ആണ് ചോർച്ച ഉണ്ടായത്. ക്ഷേത്രത്തിനകത്ത് പാത്രത്തിൽ വെള്ളം വെച്ചു പിടിക്കേണ്ട അവസ്ഥയും വന്നിരുന്നു എന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു.